ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനംഗമദാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. ഇത് കാശി, പുണ്യങ്ങളുടെ ഭൂമി. പാപമോചനത്തിൻ്റെ ഗംഗാപ്രവാഹം. സൃഷ്ടിസ്ഥിതി സംഹാരത്രയത്തിൽ ഇവിടെ മനുഷ്യരാശിയുടെ മുഴുവൻ മോക്ഷപ്രാപ്തിക്കായി ശിവശക്തി പരിലസിക്കുന്നു. സൃഷ്ടിയും സംഹാരവും ഗംഗയായൊഴുകി കാലാതീതമായി യുഗയുഗാന്തരങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ജന്മാന്തരങ്ങളുടെ ശാപമോക്ഷവും പാപമോക്ഷവും നൽകുന്ന ഗംഗ അനന്തമായി ഒഴുകുന്നു. ജഡിലമായ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും പേറി പാപപങ്കിലമായ മനസ്സും ശരീരവും മുജ്ജന്മങ്ങളും ഈ തീരത്ത് താന്താങ്ങളുടെ വഴിപിരിയുന്നു. പരാശക്തികളുടെ പവിത്രതകൾ നിറഞ്ഞ ധന്യതീരമാണ് കാശി. ഗംഗയും യമുനയും അദൃശ്യയായി ഭൂമിക്കടിയിലൂടെ പ്രവഹിക്കുന്ന സരസ്വതിയും സംഗമിക്കുന്ന പ്രയാഗയിലെ അതിപവിത്രമായ ത്രിവേണീ സംഗമം.
ഈ പുണ്യതീർത്ഥങ്ങളുടെ സംഗമസ്ഥാനത്ത് ഒരിക്കലെങ്കിലും മുങ്ങിയാൽ മനുഷ്യജന്മത്തിന് സായുജ്യമായി. ജന്മജന്മാന്തരങ്ങളുടെ ജനന മരണങ്ങൾക്ക് സമാപ്തിയായി. അനുഗ്രഹവർഷം തേടി ഗംഗാതീരത്തെത്തുന്ന ഭക്തർ ആടിയും പാടിയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മുഴുകുന്നു. ഭൂമിയിലെ അതിപുരാതന നഗരമാണ് ബനാറസ് എന്ന വാരാണസി. വാരാണസി ചരിത്രത്തേക്കാൾ പഴമയുള്ള നഗരമാണ്. പാരമ്പര്യങ്ങളേക്കാൾ പുരാതനമായ നഗരം.
ഇതിഹാസങ്ങളെക്കാൾ വയസ്സേറെയുള്ള ഭൂമിക. ശിവന്റെ ജടകളിൽ നിന്നും ഉത്ഭവിച്ച് വാരാണസിയിലെത്തുമ്പോൾ മഹാനദിയായി മാറുന്നു ഗംഗ. ഈ തീർത്ഥധാരാതീരം മഹത്തുക്കളുടെ ഋഷിവര്യന്മാരുടെ മാത്രമല്ല, ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അക്ഷയഭൂമികയാണ്. കാലത്തിൻ്റെ പരിക്രമണ ദിശകളിലൂടെ ഗംഗാതീരം വളർന്നു വികസിച്ച് പ്രപഞ്ചത്തിൻ്റെ ഹൃദയധ്വനികളിൽ ഇഴുകിച്ചേർന്നു. ഇവിടെ സംസ്കാരങ്ങൾ ഉത്ഭവിച്ചു. അളകനന്ദയും ഭഗീരഥിയും ദേവപ്രയാഗിൽ സംഗമിച്ചപ്പോൾ ജന്മമെടുത്ത ഗംഗ ഭാരതത്തിൻ്റെ സ്പന്ദനമായി ദേശാന്തരങ്ങളിലൂടെ ധന്യത ചൊരിഞ്ഞൊഴുകുകയാണ്. കാശിയുടെ ഹൃദയത്തിൽ
വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശിവന്റെ 12 ജ്യോതിർലിംഗ പ്രതിഷ്ഠയാണ് ഈ മഹാക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഭൂമിയിലെ അതിശ്രേഷ്ഠ ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. വിശ്വനാഥനും വിശ്വേശ്വരനുമായി അറിയപ്പെടുന്ന ശിവന്റെ പരമശക്തിയിലേക്ക് ഭക്തി നിറവോടെ എത്തിയ മഹാത്മാക്കൾ നിരവധിയാണ്. ആത്മീയ മഹാപുരുഷരായ ആദിശങ്കരനും രാമകൃഷ്ണ പരമഹംസരും സ്വാമി വിവേകാനന്ദനും ഗോസ്വാമി തുളസീദാസും മാത്രമല്ല, മഹർഷി ദയാനന്ദ സരസ്വതിയും ഗുരുനാനാക്കും കാശിയിലെത്തി വിശ്വേശ്വരനെ നമിച്ച് പുണ്യം നേടിയ മഹത്തുക്കളാണ്. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും തീർത്ഥാടകർ ഇവിടെ എത്തുന്നു. ഗംഗയുടെ ശാന്തത നിറഞ്ഞ തീരത്ത് രാപകലില്ലാതെ സഹസ്രനാമങ്ങൾ ഉരുവിടുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ തൊഴുതാൽ 1000 ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിനകത്തെ ശ്രീകോവിലുള്ള ശിവലിംഗങ്ങളിലൊന്ന് അതിശ്രേഷ്ഠമായതാണ്. ചതുരാകൃതിയിലുള്ള വെള്ളി പൊതിഞ്ഞ പീഠത്തിലാണ് ഈ ശിവലിംഗ പ്രതിമയുള്ളത്. ശ്രീകോവിലിനകത്ത് ഇതിനു പുറമെ 150-ലേറെ ശിവലിംഗങ്ങൾ വേറെയുമുണ്ട്.
വിവിധ ഭാവങ്ങളിലുള്ള വിനായക പ്രതിഷ്ഠകളും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായുണ്ട്. കാശി വിശ്വനാഥ മഹാക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തായി നിരവധി ക്ഷേത്രങ്ങളുണ്ട്. കാശിയെ സംരക്ഷിക്കുന്നത് കാലഭൈരവനാണ്. കാലഭൈരവ ക്ഷേത്രത്തിൽ തൊഴാതെ കാശി തീർത്ഥാടനം പൂർണ്ണമാകില്ല. ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം, സ്വാമിനാരായണ ക്ഷേത്രം, വിശാലാക്ഷി ക്ഷേത്രം, ദുർഗാക്ഷേത്രം, ആദിവിശ്വേശ്വര ക്ഷേത്രം, ഗണപതി ക്ഷേത്രം എന്നിവ മറ്റു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. കാശി അഥവാ വാരണസി ഭൂമിയിലെ ആനന്ദകാനനമായും മഹാശ്മശാനമായും അറിയപ്പെടുന്നു. ഗംഗയുടെ തീരത്ത് 100-ലേറെ ഘട്ടുകളുണ്ട്. പാപമോചിനികളായ ഘട്ടുകളിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ പുണ്യസ്നാനം നടത്തുന്നു. കാശി എന്ന പുണ്യഭൂമി ഓരോ ആത്മാവിനെയും ജഡിലതകളിൽ നിന്നും മോചനം നൽകി പരബ്രഹ്മത്തിലേക്കുള്ള പ്രയാണം ഒരുക്കുകയാണ്. ഗംഗാസ്നാനം ഇതിൻ്റെ മാർഗമാകുന്നു. ഇതുകൊണ്ട് തന്നെ മോക്ഷം തേടിയെത്തുന്ന പരശതം ദേഹികൾ ഇവിടെ നിത്യവും സ്നാനത്തിനായി തിങ്ങി നിറയുകയാണ്.
വാരണസിയിലെ ഏറ്റവും പ്രധാന ഘട്ടുകളിലൊന്ന് ജനനവും മരണവും നേർക്കുനേർ സംഗമിക്കുന്ന മണികർണിക ഘട്ടാണ്. മഹാശ്മശാനമായ മണികർണികയിൽ ഘടികാര സൂചികയില്ലാതെ ചിതകൾ എരിഞ്ഞമരുന്നു. പഞ്ചതീർത്ഥങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ദേഹിയെ ചിതയെടുക്കുമ്പോൾ മോക്ഷകവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. ഇവിടെ നടത്തുന്ന മന്ത്രോച്ചാരണങ്ങൾ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വഴിയൊരുക്കുകയാണ്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. 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 ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് കാശിയിലെ പ്രധാന ഘട്ടുകളിലൊന്നാണ് ദശാശ്വമേധഘട്ട്. ഏറ്റവും പൗരാണിക സ്നാനഘട്ടമെന്ന ഖ്യാതിയും ഇതിനുണ്ട്. സാധുക്കൾ ഇവിടെ ധ്യാനനിരതരായിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി ഉപാസകർ തമ്പടിക്കുന്നത് ഈ ഘട്ടിലും പരിസരത്തുമാണ്. ദശാശ്വമേധഘട്ട് സന്ധ്യകളിൽ കൂടുതൽ സജീവമാകുന്നത് മണിക്കൂറുകളോളം നീളുന്ന ആരതികൾ കൊണ്ടാണ്. ഈ ആരതികൾ ഗംഗാമാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പൂജയാണ്. ആരതിക്കൊടുവിൽ ഗംഗയിലേക്ക് കത്തുന്ന മൺചരാതുകൾ ഒഴുക്കി പുണ്യഫലം നേടുന്നവർ ഭക്തിയുടെ ലഹരി പങ്കിടുകയാണ്. നിരവധി ചരാതുകൾ ഗംഗയിൽ നയനമനോഹരമായ ദീപക്കാഴ്ചകളാകുന്നു. കാശിയുടെ ദക്ഷിണാഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അസിഘട്ട് ഗംഗയും അസി നദിയും സംഗമിക്കുന്ന സ്ഥലമാണ്. ഇതിനടുത്തുള്ള മഹാൽവൃക്ഷത്തിന് കീഴിലുള്ള ശിവലിംഗ പ്രതിഷ്ഠ തൊഴുത് ദർശനപുണ്യം നേടുന്നതിനു മുമ്പായി അസിഘട്ടിൽ മുങ്ങിക്കുളിച്ചാണ് ശുദ്ധി വരുത്തുന്നത്. ഈ ഘട്ടിൽ വെച്ചാണ് ഇന്ത്യയുടെ പൗരാണിക കവിയായ തുളസീദാസ് രാമചരിതമാനസ് രചിച്ചത്. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഇവിടെ സൃഷ്ടിയുടെ നാനാർത്ഥങ്ങൾ കണ്ടെത്താനാകും.
സത്യത്തിനും ദാനധർമ്മങ്ങൾക്കും വേണ്ടിയുള്ള ത്യാഗപൂർണമായ കർമ്മകാണ്ഡത്തിൻ്റെ അപൂർവ ചരിത്രമാണ് ഹരിശ്ചന്ദ്രഘട്ടിനുള്ളത്. രാജ്യം നഷ്ടപ്പെട്ട ഹരിശ്ചന്ദ്ര രാജാവ് ദേവസ്തുതിക്കായി ഈ തീരത്തെത്തി ഒരു സാധാരണക്കാരനായി ത്യാഗപൂർണമായ ജീവിതം നയിച്ച് ദേവപ്രീതി നേടിയത് ഈ സ്നാനഘട്ടിലാണ്. ഇവിടെയുള്ള ശ്മശാനം ആദിമണികർണിക എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് ഗംഗാതീരത്തെ ആദ്യ ശ്മശാനമെന്ന് പുരാണങ്ങൾ പറയുന്നു.
मैया की जय। बाबा विश्वनाथ की जय। अन्नपूर्णा माता की जय। शीतला माता की जय। सरस्वती माता की जय। लक्ष्मी माता की जय। आदि गुरु शंकराचार्य जी महाराज की जय। समस्त संत महात्मा ऋषियों की जय। धर्म का नाश हो, अधर्म का नाश हो, प्राणियों में सद्भावना हो, प्राणियों में सद्भावना हो, विश्व का कल्याण हो, विश्व का कल्याण हो, गो हत्या बंद हो, गो हत्या बंद हो, गो माता की जय हो, गो माता की जय हो। बोलो श्री गंगा मैया की जय। नाना सुगंधि पुष्पाणि मया दत्त गृहाण परमेश्वरी। नाना सुगंधि दत्त गृहाण परमेश्वरी। आइए हम सभी लोग मिलकर के भगवान शिव की आराधना करते हैं। उसके बाद आप सभी लोग प्रसाद लीजिएगा। मिलकर के सभी लोग तालियां बजाते हुए साथ साथ गाइए।
ദേവസാന്നിധ്യം കൊണ്ട് മോക്ഷപ്രാപ്തി സാധ്യമാകുന്ന കാശിയിൽ പോയാൽ പണ്ടൊന്നും ആരും തിരിച്ചു വരാറില്ല. പൂർവജന്മങ്ങളുടെ പാപമോചനവും ജന്മാന്തരങ്ങളുടെ സുഹൃതവും നേടി ജന്മങ്ങൾ ധന്യമാക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. കാശിയിൽ അന്ത്യവും മണികർണികയിൽ ജഡദാഹവും ഹൈന്ദവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള പാന്താവാണെന്ന വിശ്വാസം അനാദികാലം മുതൽ നിലനിൽക്കുന്നു.